അതിരമ്പുഴ തിരുനാളിന്റെ ഓരോ ദിനവും വ്യത്യസ്തമാണ്. വലിയ പള്ളിയിലെ പ്രധാന അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിശുദ്ധന്റെ തിരുസ്വരൂപം വലിയ പെരുന്നാളിനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശന തിരുനാളിനും മാത്രമേ പരസ്യ വണക്കത്തിനായി എടുക്കുകയുള്ളൂ. തിരുനാളിന്റെ ആദ്യകാലങ്ങളിൽ സാമ്പത്തിക ശേഷിയും നേർച്ച ബാധ്യതകളുമുള്ള വിശ്വാസികൾ വീടുകളിൽ ലതീൻ ചൊല്ലി വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ കൂടെ കുരിശടി ചുറ്റി വിശുദ്ധന്റെ മുൻപിൽ കഴുന്നുകൾ സമർപ്പിച്ചിരുന്നു. 1975 ദേശക്കഴുന്നുകൾ ആരംഭിക്കുന്നു. വീട്ടുകഴുന്നുകൾ അതാത് ഭാഗത്തു നിന്നുള്ള കഴുന്ന് പ്രദക്ഷിണത്തിന്റെ ഭാഗമായി ലയിപ്പിക്കുകയും പ്രദേശവാസികൾ വീടുകളിലുള്ള കഴുന്ന് നേർച്ചകളിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു. അതിരമ്പുഴ തിരുനാൾ കൊടിയേറുന്ന 19-ാം തീയതി സ്പിന്നിംഗ് മില്ലിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കഴുന്ന് പ്രദക്ഷിണം നടക്കുന്നു. 20-ാം തീയതി ആദ്യത്തെ ദിവ്യബലിക്ക് ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപം ആഘോഷാരവങ്ങളോടെ വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ചെറിയ പള്ളിയിൽ സ്ഥാപിക്കും. 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ദേശക്കഴുന്നിന്റെ സമയമാണ്. അതിരമ്പുഴ പള്ളിയെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നീ 4 ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗത്തു നിന്നും വിശ്വാസ തീഷ്ണതയോടെ നടത്തുന്ന കഴുന്ന് പ്രദക്ഷിണങ്ങൾ ചെറിയ പള്ളിയിൽ ലതീനോട് കൂടി അവസാനിക്കും. തിരുനാളിന്റെ ഭാഗമായി വീടുകളിൽ നേർച്ചയായി എടുത്തിട്ടുള്ള വീട്ടുകഴുന്നുകൾ, പകർച്ചവാദികളിൽ നിന്നും രക്ഷയെ സൂചിപ്പിക്കുന്ന അമ്പുകൾ പ്രദക്ഷിണത്തിന്റെ അവസാനം വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ സമർപ്പിക്കുന്നു. അതിരമ്പുഴ തിരുനാളിന്റെ പ്രധാന ആകർഷണം അതിരമ്പുഴ ചന്ത ചുറ്റിയുള്ള നഗര പ്രദക്ഷിണമാണ്. 24-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് വലിയ പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ഈ പ്രദക്ഷിണത്തിൽ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ അന്തോനീസിന്റെയും രൂപങ്ങൾ സംവഹിക്കപ്പെടുന്നു. പൗരാണികതയും പാരമ്പര്യവും ഒന്നിക്കുന്ന ഈ പ്രദക്ഷിണത്തിൽ കേരള സംസ്കാരത്തിന്റെ ഭാഗമായ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുന്ന തിമിലയും മദ്ദളവും ഇടക്കയും ഇലത്താളവും കൊമ്പും തീർക്കുന്ന പഞ്ചവാദ്യവും ചെണ്ടമേളങ്ങളും അതിരമ്പുഴയുടെ അന്തരീക്ഷത്തിൽ പ്രകമ്പനം സൃഷ്ടിക്കും. കൊടിതോരണങ്ങളാൽ അലങ്കൃതമായ അതിരമ്പുഴയുടെ വീതിയിലൂടെ പരമ്പരാഗതമായി ഒരു രാജാവിനെ വരവേൽക്കുന്ന രീതിയിൽ രാജചിഹ്നങ്ങളായ വിവിധ നിറങ്ങളും വർണ്ണങ്ങളും സംയോജിപ്പിച്ച മുത്തുക്കുടകളും കൊടികളും തഴക്കുടകളും ചുരുട്ടിയും തടിയിലും വെള്ളിയിലും സ്വർണത്തിലും തീർത്ത കുരിശുകളും ആലവട്ടവും വെഞ്ചാമരവും ത്തിന്റെയും അകമ്പടിയോടുകൂടി തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഈ പ്രദക്ഷിണം ചന്തയിലെ കുരിശുപള്ളി ചുറ്റി വിശുദ്ധനെ സ്വീകരിക്കുവാൻ ചെറിയ പള്ളിയിലേക്ക് നീങ്ങുന്നു. ഗതകാല സ്മരണ ഉയർത്തുന്ന തീവട്ടി ഇന്നും പ്രദക്ഷിണത്തിന്റെ ഭാഗമാണ്. പ്രദക്ഷിണം ചെറിയ പള്ളിയെ സമീപിക്കുമ്പോൾ വലിയ പള്ളിയിൽ നിന്നും ഉണ്ണീശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള 2ാമത്തെ പ്രദക്ഷിണം ചെറിയ പള്ളിയിൽ എത്തുകയും 2 പ്രദക്ഷിണങ്ങളും ഒന്നു ചേർന്ന് ചെറിയ പള്ളിയെ വലം വെച്ച് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപവും സംവഹിച്ചുകൊണ്ട് വിശുദ്ധനെ വലിയ പള്ളിയുടെ മോണ്ടലത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയവും ഉണ്ണീശോയും കൂടി വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ചെറിയ പള്ളിയിൽ നിന്നും പ്രധാന പള്ളിയായ വലിയ പള്ളിയിലേക്ക് ക്ഷണിക്കുകയും അടുത്ത പെരുന്നാൾ ദിവസം വരെ അവിടെ ആയിരിക്കുകയും ചെയ്യുന്നു എന്ന പാരമ്പര്യ വിശ്വാസമാകാം മാതാവിന്റെയും ഉണ്ണീശോയുടെയും തിരുസ്വരൂപങ്ങൾ പ്രദക്ഷിണത്തിന്റെ ഭാഗമാകാൻ കാരണം. 25-ാം തീയതി വൈകുന്നേരത്തെ ദിവ്യബലിക്ക് ശേഷം ഉണ്ണീശോയുടെ തിരുസ്വരൂപത്തിന് പിന്നാലെ അതിരമ്പുഴ പള്ളിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സകല വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങൾ അവകാശമായി കിട്ടിയിരിക്കുന്ന പ്രദാശ നിവേർസികളും കുടുംബക്കാരും ഈ തിരുസ്വരൂപങ്ങൾ സംഭവിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ വലിയ പ്രദക്ഷിണം നടത്തുന്നു. വൈവിധ്യമാർന്ന നിറങ്ങളിലും വർണ്ണങ്ങളിലും തീർത്ത കൊടികളും മുത്തുകുടകളും തഴക്കുടകളും ചുരുട്ടിയും തടിയിലും വെള്ളിയിലും സ്വർണത്തിലും തീർത്ത കുരിശുകളും ആലവട്ടത്തിന്റെയും വെഞ്ചാമരത്തിന്റെയും അകമ്പടിയോടെയുള്ള തിരുസ്വരൂപങ്ങളും പഞ്ചവാദ്യവും ചെണ്ടമേളവും മണിനാദവും ഈ പ്രദക്ഷിണത്തിന്റെയും ഭാഗമാണ്. വലിയ പള്ളിയുടെ മോണ്ടലത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ പ്രദക്ഷിണം കുരിശടി ചുറ്റി വിശുദ്ധന്റെ നാമത്തിലുള്ള ചെറിയ പള്ളിയെ വലം വെച്ച് വീണ്ടും വലിയ പള്ളിയിൽ പ്രവേശിക്കുന്നു. ജനുവരി 26-ാം തീയതി വിശുദ്ധന് സമർപ്പിച്ച നേർച്ച കാഴ്ചകൾ പരസ്യമായി ലേലം ചെയ്യുകയും ഭക്തജനങ്ങൾ ഈ ലേലത്തിൽ ആവേശത്തോടെ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ലഭിക്കുന്ന നേർച്ചദ്രവ്യങ്ങൾ പൂജ്യവസ്തുക്കളായി ഓരോ ഭവനത്തിലും സൂക്ഷിക്കുകയും വിശുദ്ധന്റെ സംരക്ഷണത്തിലൂടെ ഈ ഭവനങ്ങൾ രക്ഷ നേടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു.
പള്ളിയുടെ ആരംഭകാലങ്ങളിൽ പള്ളിയെ സഹായിച്ച പ്രമുഖ കുടുംബക്കാർക്ക് അവകാശം കൊടുക്കുന്ന ചടങ്ങും വലിയ പെരുന്നാളിന്റെ ഭാഗമാണ്. വികാരിയച്ഛൻ അതാത് കുടുംബങ്ങളുടെ പ്രതിനിധികൾക്ക് അവകാശം നൽകി ഈ ചടങ്ങ് പൂർത്തീകരിക്കുന്നു. തുടർന്ന് 8-ാം ദിനമായ ഫെബ്രുവരി 1-ാം തീയതി വരെ പരസ്യ വണക്കത്തിനായി വലിയ പള്ളിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിശുദ്ധന തിരുസ്വരൂപത്തിന് മുൻപിൽ കഴുന്നു നേർച്ചകൾ സമർപ്പിക്കുവാനുള്ള സൗകര്യമുണ്ട്. അന്ന് വൈകുന്നേരത്തെ ആഘോഷപൂർവമായ ദിവ്യബലിയെ തുടർന്നുള്ള പ്രദക്ഷിണത്തിനും ലതീഞ്ഞിനു ശേഷം വിശുദ്ധന തിരുസ്വരൂപം വലിയ അൾത്താരയിൽ തിരിച്ചു പ്രതിഷ്ഠിക്കുന്നു. പിന്നീട് കൊടി ഇറക്കുന്നതോടുകൂടി അതിരമ്പുഴ പെരുന്നാൾ സമാപിക്കുന്നു.